കൂട്ടുകാരെ ഇന്ന് ഞാൻ നിങ്ങളെ കുറച്ച് കൂട്ടുകാരന്മാരെ കാണിക്കാം കേട്ടോ. എൻ്റെ കൂട്ടുകാരന്മാരെ ആരാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാൻ പറ്റും. ഞാൻ മുമ്പൊക്കെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ കോഴികളാണ്, കോഴികളും താറാവ് ഫ്ലൈങ് ഡക്കാണ് കേട്ടോ. ആ ഫ്ലൈങ് ഡക്കുകളെ നമ്മളിന്ന് പോയി ഇച്ചിരി പണി കൊടുക്കാൻ പോകും അവന്മാർക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്മാർ പറക്കുമോ ഇല്ലെന്ന് നോക്കാൻ വേണ്ടി അതിലൊരു ഫ്ലൈങ് ഡക്കിനെ മാത്രം പുറത്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ പറത്തിച്ച് നോക്കാൻ പോവുകയാണ്. പറന്ന് വല്ലയിടത്തും പോകുമോ പിടിക്കാൻ പറ്റുമോ എന്നൊന്നും അറിയത്തില്ല. അതിനെ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല, പുറത്തങ്ങനെ പറത്തി നോക്കിയിട്ടുമില്ല. ഇത് ആദ്യത്തെ പ്രാവശ്യമാണ്. എങ്ങനെയെങ്കിലും അത് പറന്ന് പോവുകയോ വല്ലതും ചെയ്യുമോ എന്നൊന്നും അറിയത്തില്ല. നമുക്കെന്തായാലും നോക്കാം പറക്കുമോ ഇല്ലെന്നൊക്കെ. അപ്പോൾ അവന്മാർ കൂട്ടി കിടക്കുവാണ് കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് 4 കോഴികളുണ്ട്. ഒരു വലിയ കോഴിയും ബാക്കി 3 കുഞ്ഞു കോഴികളും. അത്യാവശ്യം വലിപ്പമുള്ള കുഞ്ഞു കോഴികളാണ്. അതൊക്കെ മുട്ടയിടാനൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇതുങ്ങളെയൊക്കെ വളർത്തുന്നത് എൻ്റെ ഒരു ഇഷ്ടമാണ്. ഞാൻ ഇഷ്ടപ്പെട്ട് വളർത്തുന്നതായതുകൊണ്ട് വീട്ടിലിങ്ങനെ വളർത്തുന്നതേ ഉള്ളൂ. അല്ല, ഇതുങ്ങളെ കൊണ്ട് പ്രത്യേകിച്ച് വലിയ പ്രയോജനമൊന്നുമില്ല. ഒരു കറുത്തൊരു കോഴിയുണ്ട്. ആ കോഴി വല്ലപ്പോഴൊക്കെ കൂടെ 1-2 മുട്ടയൊക്കെ വെച്ചിടുവന്നേ ഉള്ളൂ. സ്ഥിരമായിട്ട് അതും മുട്ട ഇടുന്നില്ല. അത് ഇച്ചിരി പ്രായമായ കോഴിയാണ്. ഞാൻ അതിനെ കൊണ്ടുവന്നപ്പം തൊട്ടും അത് വലുതായിട്ട് മുട്ട ഇടുന്നില്ല. കടക്കാരൻ പറഞ്ഞത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇട്ടോളൂന്ന്. പക്ഷേ ഇടാനൊന്നും തുടങ്ങിയിട്ടില്ല. അത് ശരിക്കും ഇടുന്നില്ല. പിന്നെ നമുക്ക് ഈ ഫ്ലൈങ് ഡക്കിനെ കൊണ്ടുവരാം കേട്ടോ. ഫ്ലൈങ് ഡക്കിനെ കൊണ്ടുവന്ന കൂട്ടുകാരാ. പിന്നെ ഇപ്രാവശ്യത്തെ മഴയൊക്കെ കൂടുതലായിരുന്നു. അതുകൊണ്ട് വീട്ടിൽ വെള്ളം നിന്നപ്പോൾ നമ്മുടെ കിക്കിക്കൂട്ടുകാരനുണ്ടല്ലോ, നമ്മുടെ പയ്യൻ, നമ്മുടെ ചെറുക്കൻ, അവിടെ അവൻ്റെ കൂടൊക്കെ ആ വീടിൻ്റെ അങ്ങോട്ട് മാറ്റി. അപ്പോൾ അവൻ അവിടെ ആ കൂട്ടിൽ കിടന്നിട്ട് എന്നെ എടുത്ത് സംസാരിക്കുവാണ്. മെഹൂന്നും മാഹൂന്നൊക്കെയാണ് പറയുന്നത്. അവന് ഹിന്ദിയൊക്കെ പഠിക്കുന്നുണ്ട് എൻ്റെ കൂടെ. ഇപ്പോൾ ഞാനിപ്പോൾ ഇടയ്ക്ക് അവനെ ഹിന്ദി പഠിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് അവന് ഹിന്ദി പറയുന്നത് കേട്ടോ. അപ്പോൾ അവനെ നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റുമല്ലോ. ആ കാണുന്നതാണ് കിക്കിമോൻ. കിക്കിമോനെ അറിയാത്തവരാരും കാണത്തില്ല. കിക്കിമോൻ നമ്മുടെ യൂട്യൂബിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ്. അപ്പോൾ കൂട്ടുകാരെ, നമുക്കിപ്പം മറ്റേ ഫ്ലൈങ് ഡക്കിന് കുറച്ച് പണി കൊടുക്കാം കേട്ടോ. അതിങ്ങനെ പുറത്തിറക്കി പറത്തി കളിക്കാം. അപ്പോൾ നോക്കാം. വാ, കടിക്കുക നീട്ട് മാറുന്നില്ല. അപ്പം അത് പുറത്തിറങ്ങും. കയ്യിട്ട് കമ്പി കൊള്ളുക, നന്നായിട്ട് പൊട്ടും. എന്നിട്ട് പിന്നെ ഏറാണ്ട് കടിച്ചെന്ന് പറയുന്നു. ഇവിടെ കൊണ്ടുപോകും. ഓ, എവിടെയാണെങ്കിൽ അതിൻ്റെ മുട്ടയൊക്കെ പോകും. കണ്ടാ കൂട്ടുകാരെ, അവൻ പറക്കുന്നില്ല. പിന്നെ നമ്മളവനെ എടുത്ത് വേണ്ട അതെന്തിനാണ് അങ്ങനെ പറപ്പിക്കുന്നത്? അങ്ങനെ പറക്കുന്നുള്ള സ്വയമേ പറക്കുന്നില്ല കേട്ടോ. മുട്ടയിടാൻ തുടങ്ങാറായിരിക്കണം കേട്ടോ. അതാണ് പറക്കാത്തത്. പെടലിക്കൊക്കെ നല്ല വലിപ്പമുണ്ടല്ലോ. പിന്നെ ഭാരം കൂടിയിട്ടായിരിക്കും. ഭാരം കൂടിയിട്ടാണ് തോന്നണം കേട്ടോ. പറക്കാൻ പറ്റുന്നില്ല. അതിനെ വെള്ളത്തിലോട്ട് പറക്കുകയാണെങ്കിൽ അതിന് കുളിക്കാൻ പറ്റും. ചിറകൊക്കെ വീശുന്നുണ്ട്, പക്ഷെ പറക്കാൻ പറ്റുന്നില്ല എന്നെ കൊണ്ട്. വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കൈ മേത്തിട്ട് എല്ലാം പിടിക്കുന്ന ഫ്ലൈങ് ഡക്കാണ് കേട്ടോ. ചിറകൊക്കെ പോയാ. നമ്മളിവനെ കൊണ്ടുവന്നപ്പോൾ തൊട്ടേ ഇവനൊരു പറക്കാനുള്ളൊരു ആവേശവും കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കൂട്ടി സ്ഥിരമായിട്ട് ഇട്ടിട്ട് വന്നപ്പം അവന് പറക്കുന്ന ഒരു ഇത് വിട്ടുപോയി. ഇപ്പം വലുതായി, അതുകൊണ്ടാണ് പറക്കാത്തതെന്ന് തോന്നുന്നു. നടക്കാൻ പോലും അറിയാമെന്നില്ല. അതിന് കൂട്ടിൽ നിന്ന് ഇറക്കി നമ്മളിപ്പോൾ എറിഞ്ഞ കൊണ്ടാണെന്ന് തോന്നുന്നു. എൻ്റെ കാലിന് എന്തോ ഒരു ഉളുക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്നെ നടക്കാൻ പറ്റുന്നില്ല. ഇത്രയും കൂടെ ഇറക്കിയാലേ പറ്റുള്ളൂ. രണ്ടിനെയും കൂടെ പിടിക്കാൻ പാടായിരിക്കും. ഒരെണ്ണത്തിനെ മാത്രമേ നമ്മളിപ്പോൾ ഇറക്കിയിട്ടുള്ളൂ കേട്ടോ. നീ ഒരു ബക്കറ്റ് വെള്ളം എടുത്താൽ കൂട്ടിക്കൊണ്ട് ഒഴിച്ചു ഉണ്ടോ? അത് ചിറക് വിരിക്കുന്നുണ്ട്, പക്ഷെ പറക്കണേ എങ്ങനെയാണെന്ന് അറിയത്തില്ല ആശാനെ. അതാണ് പ്രശ്നം. ഇതുപോലുള്ള താറാവുകളെ വളർത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന് കാഷ്ടത്തിനൊക്കെ ഭയങ്കര മണം കുറവായിരിക്കും. അതുപോലെ ഇത് നല്ല ഒരു പ്രത്യേകതര താറാവ്, അരയന്നത്തിനെ പോലെ ഇരിക്കും. കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഇത് വലുതായി കഴിയുമ്പോൾ ഇതിൻ്റെ
മണികളൊക്കെ മറ്റേ ചുവപ്പ് കളറിൽ ഇങ്ങനെ വരും. അതാണ് ഇതിനെ മണിത്താറാവെന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇവനെ വലുതായി കഴിയുമ്പോഴാണ് ഇതിന് ചെറുതായിട്ട് മണികളാണ് വരുന്നത്. അപ്പോഴാണ് ഇവനെ മണിത്താറാവെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇത് ഫ്ലൈയിങ് ഡക്കാണ് കേട്ടോ. ഫ്ലൈയിങ് ഡക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറക്കുമെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷേ ഇത് പറന്നില്ല. നമ്മൾ പറത്താൻ വേണ്ടി നോക്കി, ഒരു ചെറിയൊരു എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കിയതാണ് പറക്കുമെന്ന്. പക്ഷെ പറന്നില്ല. നമ്മുടെ കിക്കിമോൻ ഇവനെ കണ്ട് പേടിച്ച് അതിശയത്തോടെ നോക്കുവാണ് കേട്ടോ കൂട്ടിൽ കിടന്ന്. കിക്കിമോന് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ആകാംക്ഷയാണ്. പിന്നെ അത് തന്നെ ആയിരിക്കും കിക്കിമോൻ്റെ നോട്ടം. അപ്പോൾ നമുക്ക് ഇവനെ പിടിച്ച് തിരിച്ചുകൊണ്ട് കൂട്ടിലിട്ടിട്ട് പകരം മറ്റേനെ കൊണ്ടുവരാം. മതിയേ? അവൻ എന്നെ ഒരുപാട് പാട് പിടിച്ചു കേട്ടോ കൂട്ടുകാരെ. അപ്പം അവൻ എന്നെ ഒരുപാട് പാട് പെടുത്തി കളഞ്ഞു. പിടിക്കാനൊക്കെ ഭയങ്കര പാടാണ്. ഇപ്പം നല്ല വലിപ്പമുള്ളത് കൊണ്ടേ അവനങ്ങനെ മുറുക്കി പിടിച്ചാൽ കിട്ടത്തൊന്നുമില്ല. പിന്നെ അവൻ കിടന്ന് പറന്ന് ആകെപ്പാടെ പ്രശ്നമാക്കി. അപ്പം നിങ്ങൾക്ക് ഇനി അവനെ കാണിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മുടെ കൂട്ടി കിടക്കണ കിക്കിമോനെ കാണിച്ചു തരാം. അമ്മ കൂട്ടുകാരെ, അപ്പോൾ നമുക്കിനി കിക്കിമോൻ്റെ അടുത്തേക്ക് പോകാം. താറാവുകളെ ഇനി ശല്യം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവന്മാർക്ക് പേടിയായി പോവും. പിന്നെ എന്നെ അടുത്ത് വരത്തില്ല. ഇപ്പം ഭയങ്കര കൂട്ടാണ് ഞാനും അവനും കൂടെ. സാധാരണ പണ്ടൊക്കെ ഞാൻ അവിടെ തീറ്റ കൊടുക്കാൻ പോകുമ്പോൾ എന്നെ കൈക്കിട്ടേ കൊത്തുന്നത്. പക്ഷേ ഇപ്പോൾ ഫ്ലൈൻ്റൊക്കെ അങ്ങനെ കൊത്താറില്ല. ഇനി ഞാൻ അവനെ പോയി പിടിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞ് ഇനി അവന്മാരെന്നെ കൊത്താൻ തുടങ്ങും. അതുകൊണ്ട് ഞാൻ കിക്കിമോൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പം നിങ്ങളും വാ, കിക്കിമോൻ്റെ അടുത്തേക്ക് പോകാം. ഇതായിരുന്നു നമ്മൾ ആദ്യമേ ഫ്ലൈൻ്റൊക്കെ ഇട്ടിരുന്ന കൂട്. അതൊക്കെ ഇപ്പോൾ തുരുമ്പടിച്ച് പോയി. മഴയൊക്കെ അല്ലേ. അപ്പോൾ ഈ വഴി പൊക്ക അബി, പരീക്ഷയുടെ മാർക്കൊക്കെ വന്നാ? സ്കൂള് തുടങ്ങിയില്ലല്ലേ? ഇപ്പൊ 10 എവിടെയുണ്ട് കിക്കിമോൻ? ഈ കൂട്ടിൽ അവൻ മാത്രമേ ഉള്ളൂ. ഇത്രയും വലിയ കൂട്ടിൽ അവൻ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു അഹങ്കാരം അവനില്ല കേട്ടോ. രാജാവിനെ പോലെ സിംഹാസനത്തിലാണ് അവൻ്റെ ഇരിപ്പൊക്കെ. അവിടെ അവൻ ഇരുന്നുകൊണ്ട് നമ്മളെയൊക്കെ ഭരിക്കും. മേഹു ആവും എന്നൊക്കെ പറഞ്ഞവനങ്ങനെ നമ്മളെ പല ഹിന്ദി ഭാഷകളിലാണ് വിളിക്കുന്നത്. വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് നമ്മളോട് എന്തെങ്കിലുമൊക്കെ പറയണം, സംസാരിക്കണം, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും വാദോരാതെ. ഭയങ്കര ഒരു ഭരണ അധികാരിയെ പോലെയാണ്. അവനോട് ഇരുന്നുകൊണ്ട് നന്നായിട്ട് ഭരിക്കാനറിയാം. ഫുഡൊക്കെ കറക്റ്റ് ടൈമിന് കൊടുത്തില്ലെങ്കിൽ അവൻ ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കും. ഇപ്പം ബഹളം ഉണ്ടാക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അവൻ്റെ വീഡിയോ ശരിക്കും എടുക്കാനാണ് ആ പറയുന്നത് കേട്ടോ. കിക്കിമോനെ കിക്കി താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. താഴത്തേക്ക് ഭൂമിയിലേക്ക് ഇറങ്ങി. ഇനി അവൻ യുദ്ധം ചെയ്തിട്ടേ പോകത്തുള്ളൂ കേട്ടോ. രാജാവാണ്. അപ്പം കൂട്ടുകാരെ, അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ടാറ്റ.